നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യപാരായണം 39-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഉത്തരരാമായണത്തിലെ 2-ാം അധ്യായം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ രാവണൻ്റെ യുദ്ധയാത്രയെക്കുറിച്ച് വായിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് നളകൂബര ശാപം എന്ന ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത്. അതിലേക്ക് പ്രവേശിക്കാം. ഹരിശ്രീ ഗണപതി നമഃ. സന്ധ്യയോടെ രാവണൻ കൈലാസപർവ്വതത്തിനടുത്തുള്ള കാട്ടിൽ വന്നെത്തി. അന്നേരം തന്നെ രാക്ഷസ സൈന്യം അളകാപുരിക്ക് സമീപം കിടന്നുറക്കമായി. സൗരഭ്യമേന്തിക്കൊണ്ട് തണുത്ത കാറ്റ് മെല്ലെ വീശാൻ തുടങ്ങി. അന്നേരം ചന്ദ്രൻ ഉദിക്കുകയും പൂനിലാവെങ്ങും പരക്കുകയും ചെയ്തു. കിന്നര നഗരിയിലെ ഭവനങ്ങളിലിരുന്ന് കിന്നരന്മാർ അപ്സര സ്ത്രീകളോടൊപ്പം പാടുന്ന പാട്ടുകൾ കേട്ട് രാവണൻ കാമപീഡിതനായി മാറി. കാമശരങ്ങളേറ്റ് സന്താപത്തോടെ ചന്ദ്രബിംബത്തെയും നോക്കി നിൽക്കുന്ന അവസരത്തിൽ ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും ലേപനങ്ങളും കൊണ്ട് സർവാംഗങ്ങളും അലങ്കരിച്ചൊരു ലോകൈക സുന്ദരി ഏകാകിനിയായി വരുന്നത് രാവണൻ കണ്ടു. അദ്ദേഹം അവളുടെ അടുത്തു ചെന്ന് കൈപിടിച്ച് അടുത്തിരുത്തി. അവൾ ദുഃഖിതയായി തീർന്നു. രാവണൻ അവളോട് ചോദിച്ചു, നീ ആരാണ്? നിന്റെ പേരെന്താണ്? നിന്റെ ഭർത്താവായ ഭാഗ്യവാൻ ആരാണ്? നിന്നോടുകൂടെ രമിക്കാൻ എന്നോട് തുല്യരായി മറ്റു ആരും തന്നെയില്ല. നീ എന്നോടൊപ്പം ഇന്നിവിടെ വസിച്ചുകൊള്ളൂ. പിന്നീട് ഞാൻ നിന്നെ തിരിച്ചയക്കാം. ഇപ്രകാരം രാവണൻ പറഞ്ഞത് കേട്ട് വളരെ പേടിച്ച് രംഭ മെല്ലെ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠനായ കുബേരൻ്റെ പുത്രനായ നളകൂബരൻ്റെ പത്നിയായ രംഭയാണ് ഞാൻ അങ്ങയുടെ പുത്രിയായി വരും. അരുതാത്ത കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കൂ. അന്നേരം രാവണൻ അപ്സര സ്ത്രീകൾക്ക് ഇത് തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഭയെ പുണർന്നു. പേടിച്ചു വിറപൂണ്ട രംഭ ചെന്ന് നളകൂബരനോട് എല്ലാ കാര്യങ്ങളും അറിയിച്ചു. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇപ്രകാരം അവൻ തൊടുകയാണെങ്കിൽ അവൻ്റെ തല 7 നുറുങ്ങി വീണ് മരിക്കും എന്ന് നളകൂബരൻ രാവണനെ ശപിച്ചു. നളകൂബരൻ്റെ ശാപം കേട്ട് ദേവകൾ ഭേരി മുഴക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. അന്നു മുതലാണ് രാവണൻ തന്നോടിണങ്ങാത്ത സ്ത്രീകളെ സ്പർശിക്കാതായത്. നേരം പുലർന്നു. വാദ്യഘോഷത്തോടെ രാക്ഷസ ശ്രേഷ്ഠന്മാർ സ്വർഗലോകം ജയിക്കാനായി പുറപ്പെട്ടു. ഭയം കൊണ്ട് ജഗത്രയങ്ങൾ നടുങ്ങി. 7 സമുദ്രങ്ങളും പൂർണ്ണഘോഷത്തോടെ പൊങ്ങി വരുന്നത് പോലുള്ള കോലാഹലം കേട്ട് ഇന്ദ്രൻ അതിയായ ഭയത്തോടെ പാൽക്കടൽ തീരത്തെത്തി വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങ് രാവണനെ വധിച്ച് ദേവകളെ പരിപാലിക്കണം കാരുണ്യവാരിധേ. അങ്ങല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്ക് വേറെയില്ല. ദേവേന്ദ്ര സ്തുതി കേട്ട് നാരായണൻ ദേവേന്ദ്രനോട് പറഞ്ഞു, രാവണനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ദേവന്മാർക്ക് ഇന്ന് അപമാനമുണ്ടാകും. ബ്രഹ്മദേവന്റെ വരപ്രസാദം രാവണനുള്ളതിനാൽ അവനെ ജയിക്കാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവിൻ. മറ്റൊരവസരത്തിൽ ഞാൻ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കുന്നുണ്ട്. ശത്രുക്കളോട് ഞാൻ എതിരിട്ടാൽ അവരെ വധിക്കാതെ ഞാൻ പിന്മാറുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നിൻ്റെയൊപ്പം വരികയില്ല. അവനെ വധിക്കാനുള്ള സമയവും ആയിട്ടില്ല. അതിനുള്ള സമയമാകുമ്പോൾ അവനെ വധിക്കുകയും നമുക്ക് ജയം ഉണ്ടാവുകയും ചെയ്യുമെന്ന് നീ അറിഞ്ഞുകൊള്ളൂ. ഇപ്രകാരം ദേവേന്ദ്രനോട് അരുളി ചെയ്തിട്ട് വിഷ്ണു ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു. വിഷ്ണു ഭഗവാനെ വന്ദിച്ച ശേഷം ദേവേന്ദ്രനും സാവധാനം അവിടെ നിന്ന് വിടവാങ്ങി. ഇന്ദ്രരാവണ യുദ്ധം. അന്നേരം രാക്ഷസ ദേവസൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കോലാഹലം കേൾക്കാൻ കഴിഞ്ഞു. ആന, തേര്, കാലാൾപ്പട എന്നിവ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് അമ്പ്, ഗദ, ചക്രം തുടങ്ങിയ പ്രധാന ആയുധങ്ങളേറ്റ് അവ മുറിഞ്ഞു വീണു. യുദ്ധത്തിൽ ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ നഷ്ടങ്ങളുണ്ടായി. അന്നേരം സുമാലിപുത്രൻ്റെ സേനയും രാക്ഷസ സൈന്യത്തോട് ചേർന്ന് ശരവർഷം തൂകി. ഇത് തടുക്കാനാവാതെ ദേവന്മാർ പിൻവാങ്ങി. ആ സമയത്ത് വസുക്കളിൽ 8-ാമൻ ദുഷ്ടരാക്ഷസരെ കൊന്നൊടുക്കി. എന്നിട്ട് സുമാലിയുടെ തേരും തകർത്ത ശേഷം ശക്തിയോടെ ഗദയെടുത്ത് അവനെ അടിച്ചുകൊന്നു. ഇത് കണ്ടുനിന്ന രാക്ഷസ സൈന്യം പേടിച്ചോടി. കോപാകുലനായ മേഘനാഥൻ യുദ്ധസന്നദ്ധനായി തേരിൽ കയറിയിട്ട് ഞാണൊലിയിട്ടുമുണ്ട് ദേവന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു. ഇത് കണ്ട ദേവന്മാർ കടുവയെ കണ്ട പശുക്കൂട്ടം എന്ന പോലെ ഓടാൻ തുടങ്ങി. അന്നേരം ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ പുത്രനായ ജയകാന്തൻ ഇവനോട് യുദ്ധം ചെയ്യും. എൻ്റെ പുത്രനായ ജയന്തൻ ഇവനോട് യുദ്ധം ചെയ്യും. നിങ്ങളാരും ഓടാതെ അവന് സഹായമായി നിൽക്കുവിൻ. ഇപ്രകാരം ദേവേന്ദ്രൻ പറഞ്ഞപ്പോൾ ജയന്തൻ തൻ്റെ തേരിലേറി ശരവർഷം തൂകി. നന്ന് ഭവാൻ നല്ല വീരൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥനും ശരങ്ങൾ വർഷിച്ചു. ജയന്തനും സൈന്യവും ഒന്ന് തളർന്നു എങ്കിലും യുദ്ധം പിന്നെയും ഘോരമായി. ദേവന്മാരും അസുരന്മാരും അവശരായി വീണു.
ജയന്തൻ്റെ തേരാളിയായ മാതലീപുത്രൻ്റെ നേർക്ക് മേഘനാഥൻ അസ്ത്രം പ്രയോഗിച്ചു. ഇത് കണ്ട ഇന്ദ്രപുത്രൻ മേഘനാഥൻ്റെ സുതനെ എറിഞ്ഞു വീഴ്ത്തി. മേഘനാഥനു നേർക്കും ജയന്തൻ ശരങ്ങൾ തൂകി. ഉടൻ തന്നെ ബാണങ്ങൾ, പീലിക്കുന്തം, വാള്, ഗദ, ശൂലങ്ങൾ, വെൺമഴു തുടങ്ങിയ പല ആയുധങ്ങളും മേഘനാഥൻ പ്രയോഗിച്ചു. ദേവന്മാർ ഭയന്നു പിന്മാറി. പുലോമാവ് ജയന്തനെയും കൊണ്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചു. അസുരന്മാർ ധീരതയോടെ നിന്നു. അന്നേരം രാവണൻ അനേകം ബാണഗണങ്ങൾ തൂകി. അപ്പോൾ ഇന്ദ്രൻ മാതലിയോട് പറഞ്ഞു, നീ വേഗത്തിൽ തേര് കളിക്കൂ. ഉടൻ തന്നെ മാതലി രാവണൻ അഭിമുഖമായി തേര് തയ്യാറാക്കി നിർത്തി. യുദ്ധത്തിനായി ഇന്ദ്രൻ പുറപ്പെട്ടു. സിദ്ധസാധ്യന്മാരും അശ്വിനി ദേവകളും ഗന്ധർവന്മാരും യക്ഷന്മാരും ദേവേന്ദ്രനോടൊപ്പം യുദ്ധത്തിനിറങ്ങി. ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. നിശാചരന്മാരും യുദ്ധത്തിനായി അടുത്തു. മേഘനാഥനെ പിന്നിലാക്കി രാവണൻ പോരിനായി അടുത്തു വന്നു. രാക്ഷസവീരന്മാരും ദേവന്മാരും അതിഘോരമായി യുദ്ധം ചെയ്യുന്ന വേളയിൽ കുംഭകർണൻ വന്ന് ദേവന്മാരെ യുദ്ധം ചെയ്ത് വീഴ്ത്തി. രുദ്രൻ രാക്ഷസവീരന്മാരെയും കൊന്നൊടുക്കി. രാക്ഷസന്മാർ നിലംപതിച്ചു. രക്തം ആറുപോലെ പല വഴിക്കൊഴുകി. ഇത് കണ്ട് കോപാകുലനായ രാവണപുത്രൻ ദേവന്മാരുടെ ശരീരത്തിൽ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അതിക്രുദ്ധനായ ദേവേന്ദ്രനും അസ്ത്രങ്ങൾ വർഷിച്ചു. ലോകം മുഴുവൻ അന്ധകാരം വന്നു മൂടി. ഇതുകണ്ട് രാവണൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു, ദേവന്മാരുടെ സേനയ്ക്കിടയിൽ ഭീതി കൂടാതെ ശീഘ്രഗതിയിൽ കടന്നു ചെന്ന് അവരെ ജയിക്കുവാൻ നീ തേരിൻ്റെ വേഗത കൂട്ടുക. സാരഥി പെട്ടെന്നു തന്നെ തേരിൻ്റെ വേഗത കൂട്ടി. അന്നേരം ദേവേന്ദ്രൻ പറഞ്ഞു, നമ്മുടെ സൈന്യമധ്യത്തിൽ മതത്തോടെ രാവണൻ പ്രവേശിച്ചു. അവനെ വളഞ്ഞു നിന്ന് യുദ്ധം ചെയ്ത് അവന് പോകാനാവാത്ത വിധം ചെറുത്തു നിൽക്കണം. ബ്രഹ്മദേവന്റെ വരപ്രകാരം നമുക്കിവനെ ഒരു കാരണവശാലും വധിക്കാൻ കഴിയുകയില്ല. ദേവേന്ദ്രൻ ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ദേവന്മാർ രാവണന് ചുറ്റും നിന്ന് പോരാടി. തൻ്റെ പിതാവിനെ ശത്രുക്കൾ വളഞ്ഞത് കണ്ട് ദുഃഖിതനായ മേഘനാഥൻ അദൃശ്യനായി നിന്ന് അസ്ത്രങ്ങളും ആയുധങ്ങളും വർഷിച്ചു. ദേവന്മാർ തളരുന്നത് കണ്ട് ദേവേന്ദ്രൻ മേഘനാഥനെ തിരഞ്ഞു നോക്കി. ദേവേന്ദ്രൻ തൻ്റെ തേര് ഉപേക്ഷിച്ച് ആനയുടെ പുറത്തേറി എല്ലായിടവും തിരഞ്ഞെങ്കിലും മേഘനാഥനെ ഒരിടത്തും കണ്ടില്ല. അങ്ങനെയാണല്ലോ മുൻപ് വരം കൊടുത്തിരിക്കുന്നത്. മേഘനാഥനെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവേന്ദ്രൻ തളർന്നു നിന്നു. മേഘനാഥൻ മായായുദ്ധത്താൽ സാഹസത്തോടെ ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി ഹാ ഹാ എന്ന ഗന്ധർവൻ ഹൂഹുവിനോടൊപ്പം ചെന്ന് ശരീരം ഉപേക്ഷിച്ച് രാവണനോട് യുദ്ധം തുടങ്ങി. രാവണനും സാഹസത്തോടെ പൊരുതി. ഹാ ശിവ കഷ്ടം, ഇങ്ങനെയൊരു യുദ്ധം ഇതുവരെ കണ്ടിട്ടില്ല. യുദ്ധത്തിനിടയിൽ ബലത്താൽ ശത്രുപ്രവരൻ ദേവേന്ദ്രനെ ബന്ധിച്ചല്ലോ എന്നിങ്ങനെ ദേവന്മാർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് മേഘനാഥൻ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്തു. ആയുധങ്ങൾ വർഷിച്ച് ദേവന്മാരെ ജയിച്ച് പിതാവിനെയും മോചിപ്പിച്ചുകൊണ്ട് ലങ്കാപുരിയിലെത്തി സുഖമായി വസിച്ചു. ദുഃഖിതരായ ദേവന്മാർ വേഗം ബ്രഹ്മദേവന്റെ സമീപത്തെത്തി വന്ദിച്ചിട്ട് സംഭ്രമത്തോടെ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ ബ്രഹ്മദേവൻ പെട്ടെന്ന് എഴുന്നേറ്റ് യാത്ര തിരിച്ചു. ദേവന്മാർ ഓരോ വിമാനങ്ങളിൽ കയറി ലങ്കാനഗരിയുടെ മുകളിൽ നിലക്കൊണ്ടു. ലങ്കയിലെത്തിയ ബ്രഹ്മദേവനെ രാവണൻ എതിരേറ്റു വന്ദിച്ചു. രാവണനോട് ബ്രഹ്മദേവൻ അരുളി ചെയ്തു, ജഗത്രയത്തിനും നാഥനായി ദുഃഖങ്ങളെല്ലാം അകന്ന് ശത്രുക്കളൊന്നും കൂടാതെ അങ്ങ് വാഴുക. പുത്രനായ മേഘനാഥനുള്ളത് അങ്ങേക്ക് ഭാഗ്യം തന്നെയാണ്. ഗുണവാനായ നിന്റെ പുത്രന് തുല്യനായി ഈ 3 ലോകങ്ങളിലും ആരും തന്നെയില്ല. ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് അവന് ഞാൻ ഇന്ദ്രജിത്ത് എന്ന് പേര് നൽകുന്നു. ഇന്ദ്രനെ എന്നോടൊപ്പം അയക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് ഇഷ്ടമുള്ള വരം നൽകാം. ഇപ്രകാരം അരുൾ ചെയ്ത ബ്രഹ്മദേവനെ വന്ദിച്ച് രാവണപുത്രൻ ആദരപൂർവ്വം പറഞ്ഞു, ഹോമം നടത്തിയാൽ ആ ഹോമകുണ്ഡത്തിൽ നിന്നും ലഭിക്കുന്ന തേരിലേറിയാൽ എനിക്ക് അമരത്വവും ആരും എന്നെ ജയിക്കാതിരിക്കാനുള്ള വരവും നൽകണം. ഹോമം പൂർത്തിയാക്കാതെ യുദ്ധം നടത്തുകയാണെങ്കിൽ എനിക്ക് മരണമുണ്ടായാലും അമരത്വം ലഭിക്കണം. തപോബലം കൊണ്ട് പലരും മുൻപ് പല വരങ്ങളും നേടിയിട്ടുണ്ട്. ഞാൻ കാമശക്തി കൊണ്ട് ആഗ്രഹിച്ച വരങ്ങൾ നേടുന്നു. ഇപ്രകാരം വരം തരുകയാണെങ്കിൽ ദേവേന്ദ്രനെ കൊണ്ടുപോയിക്കൊള്ളൂ. എല്ലാം നീ ആവശ്യപ്പെട്ട പോലെ നടക്കും എന്ന് ബ്രഹ്മദേവൻ വരം നൽകി. അന്നേരം മേഘനാഥൻ ഇന്ദ്രനെ ബ്രഹ്മദേവനോടൊപ്പം അയച്ചു. ദേവേന്ദ്രൻ ദേവലോകത്ത് പോയി വസിച്ചു. പിന്നെയും ഇന്ദ്രൻ ദുഃഖിതനായി ഇരിക്കുന്നത് കണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, നീ ദുഃഖമെല്ലാം വെടിയുക. നിന്റെ വല്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് വിചാരിച്ചോളൂ.
പണ്ട് നീ അഹല്യയെ പ്രാപിച്ചതിൻ്റെ ദോഷഫലമാണ് നിനക്ക് ഈ അപമാനം ഉണ്ടായത്. നിന്റെ ദുഷ്കൃതങ്ങളെല്ലാം അകലുന്നതിനായി നീ വൈഷ്ണവയാഗം നടത്തുക. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം യാഗം നടത്തി ദേവേന്ദ്രൻ സന്തോഷത്തോടെ വസിച്ചു. രാവണനേക്കാൾ പരാക്രമശാലി മേഘനാഥനാണെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഇതാണ്. മംഗലാത്മാവായ അഗസ്ത്യമുനി അരുളി ചെയ്തു. ശ്രീരാമദേവനും സഹോദരങ്ങളും സീതാദേവിയും സുഗ്രീവൻ തുടങ്ങിയ വാനരശ്രേഷ്ഠരും വിഭീഷണൻ തുടങ്ങിയ രാക്ഷസ ശ്രേഷ്ഠരും മറ്റ് മനുഷ്യരും രാജാക്കന്മാരും അഗസ്ത്യമുനി പറഞ്ഞത് കേട്ട് കൗതുകത്തോടെ ഇരുന്നു. ശ്രീരാമദേവനോട് അനുവാദവുമായി കൊണ്ട് അഗസ്ത്യമുനി താപസന്മാരോടൊപ്പം ആകാശമാർഗത്തിലൂടെ പോയി മറഞ്ഞു. സന്ധ്യാകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ബന്ധുക്കളോട് തൻ്റെ ശപഥവും പാലിച്ച് അനന്തൻ്റെ ഉടൽ പോലെയുള്ള കിടക്കയിൽ ശ്രീരാമചന്ദ്രൻ യോഗനിദ്ര കൊണ്ടു. ജഗന്നായകനായ ശ്രീരാമനെ ഗായകർ പുലർച്ചയ്ക്ക് പള്ളിക്കുറുപ്പ് ഉണർത്തി. കുളി, ഹോമം, ജപം, അർച്ചന എന്നിവ നടത്തി സന്ധ്യാവന്ദനം ചെയ്തിട്ട് സജ്ജനങ്ങളോടൊപ്പം ശ്രീരാമചന്ദ്രൻ മൃഷ്ടാനം ഭോജനം നടത്തി. ആടയാഭരണങ്ങൾ അണിഞ്ഞിട്ട് രത്നസിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രൻ ഇരുന്നു. സഹോദരങ്ങളും മന്ത്രിമാരും ഭൃത്യന്മാരും പുരോഹിതന്മാരും സേനാപതികളും സാമന്ത രാജാക്കന്മാരും വാനരശ്രേഷ്ഠന്മാരും രാക്ഷസവീരന്മാരും അദ്ദേഹത്തെ സേവിച്ചു നിന്നു. ദേവകളോടൊത്ത് സ്വർഗത്തിൽ ദേവേന്ദ്രൻ വിളങ്ങുന്നത് പോലെ ശ്രീരാമനും ശോഭിച്ചു. അടുത്തത് രാജാക്കന്മാരെ യാത്രയാക്കുന്നു. ശ്രീരാമൻ സീതാദേവിയുടെ പിതാവിനെ വന്ദിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടും കൂടാതെ സമുദ്രത്തിൽ ചിറകിട്ടി രാക്ഷസ വംശമാകെ നശിപ്പിക്കാൻ കഴിഞ്ഞത് അങ്ങയുടെ കാരുണ്യത്താലാണ്. ഞാൻ നൽകുന്ന രത്നം തുടങ്ങിയവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് രാജ്യത്തിലെത്തി അങ്ങയുടെ പുത്രിയെയും എന്നെയും മറക്കാതെ വസിച്ചാലും. ശ്രീരാമചന്ദ്രൻ സ്വർണം, രത്നം, വസ്ത്രം, ആഭരണങ്ങൾ തുടങ്ങിയവ എണ്ണമില്ലാതെ സീതയുടെ കയ്യിൽ കൊടുത്ത് ജനകന് കൊടുപ്പിച്ച് യാത്രയാക്കി. ആനന്ദ കണ്ണീർ തൂകിക്കൊണ്ട് ജനകൻ ഗദ്ഗതത്തോടെ ആശീർവചനങ്ങൾ നൽകിയ ശേഷം സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു. അമ്മാവനായ യുധാജിത്ത് ശ്രീരാമനെ പിരിഞ്ഞു പോകുന്ന കാര്യം ചിന്തിച്ച് ദുഃഖിച്ചിരിക്കവേ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും മറ്റനേകം പദാർത്ഥങ്ങളും നൽകി ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെയും യാത്രയാക്കി. സ്നേഹാധിക്യത്താൽ ഭരതനെ ആലിംഗനം ചെയ്ത ശേഷം യുധാജിത്ത് സൈന്യത്തോടൊപ്പം കേകയത്തിലേക്ക് പോയി. പിന്നീട് കാശീനാഥനായ പ്രദർധനനെ മുറുകെ പുണർന്ന് ആന, കുതിര, രഥം, മനോഹരമായ ആഭരണങ്ങൾ, വസ്ത്രം മുതലായവയും വേണ്ടുവോളം നൽകി യാത്രയാക്കി. പിന്നെ ഉണ്ടായിരുന്ന 300 രാജാക്കന്മാർക്കും വേണ്ടുവോളം ധനം നൽകി അവരെയും യാത്രയാക്കി. ബന്ധുക്കളായ നമ്മുടെയൊന്നും സഹായമില്ലാതെ ചിറകെട്ടി രാവണൻ തുടങ്ങിയ രാക്ഷസവീരരെ വധിച്ചത് ചിന്തിക്കുമ്പോൾ നാം നിസ്സഹായരായി പോകുന്നു. എങ്കിലും നാഥനെ കാണാൻ നമുക്ക് അവസരം ലഭിച്ചത് തന്നെ ചാരിതാർത്ഥ്യജനകമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ സ്വന്തം നഗരങ്ങളിലേക്ക് പോയി. ശ്രീരാമദേവൻ എല്ലാവർക്കും ദുർലഭമായ വിശിഷ്ട സാധനങ്ങൾ കൊടുത്തയച്ചു. ദുർലഭമായ വിശിഷ്ട സാധനങ്ങൾ കൊടുത്തയച്ചു. വാനരവീരന്മാരും രാക്ഷസവീരരും വനങ്ങളിലും പട്ടണങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാമായി ശ്രീരാമചന്ദ്രനോടൊത്ത് നന്നായി സുഖിച്ചു വസിച്ചു. ഇങ്ങനെ 2 മാസങ്ങൾ 2 ദിവസങ്ങൾ എന്ന പോലെ കടന്നുപോയി. വാസസൗഖ്യം കൊണ്ടും ശ്രീരാമചന്ദ്രൻ്റെ ഗുണഗണങ്ങൾ കൊണ്ടും മാസങ്ങൾ കടന്നുപോയത് വാനര രാക്ഷസ വീരർ അറിഞ്ഞതേയില്ല. അങ്ങനെയിരിക്കെ ശ്രീരാമദേവൻ ആദരപൂർവ്വം സുഗ്രീവനോട് പറഞ്ഞു, നീ കിഷ്കിന്ധയിൽ ചെന്ന് സുഖമായി വസിച്ചുകൊള്ളൂ. വാനരന്മാരെ ഉപദ്രവിക്കാതെ അവരെ നീ നിത്യവും പരിപാലിക്കണം. ഇവരെല്ലാം നമ്മോടൊപ്പം നിന്ന് ജീവൻ കളഞ്ഞ് പോരാടിയവരാണ്. നമ്മൾ തമ്മിലുള്ള സഖ്യം മറക്കാതെ ധർമ്മത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുക. ഇപ്രകാരം അരുൾ ചെയ്തിട്ട് ധാരാളം ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ സുഗ്രീവൻ നൽകി. അനന്തരം ശ്രീരാമദേവൻ വിഭീഷണനോട് പറഞ്ഞു, നാം തമ്മിലുള്ള ബന്ധുത്വം എന്നും നിന്നിൽ ഓർമ്മയുണ്ടായിരിക്കണം. അല്പാന്തകാലത്തോളം നീ ലങ്കയിൽ ഉത്തമനായി വാഴുക. ഇപ്രകാരം ശ്രീരാമൻ അരുൾ ചെയ്ത സമയത്ത് ഹനുമാൻ ശ്രീരാമപാദങ്ങൾ വന്ദിച്ചുകൊണ്ട് ശാന്തനായി പറഞ്ഞു, ഭഗവാനെ, അടിയന് അങ്ങയെ പിരിഞ്ഞ് ജീവിക്കുവാൻ കഴിയുകയില്ല. രാമകഥ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് കേൾക്കാനായി എനിക്ക് പ്രാണനാശം ഉണ്ടാകാതിരിക്കണം. അടിയന് മറ്റൊന്നിലും ആശയില്ല. ഇപ്രകാരം പറഞ്ഞ് തൊഴുതു നിൽക്കുന്ന ഹനുമാനെ ഗാഠമായി ആലിംഗനം ചെയ്ത് മന്ദസ്മിതത്തോടെ ശ്രീരാമദേവൻ പറഞ്ഞു,
ലോകങ്ങൾ ഉള്ളിടത്തോളം കാലം എൻ്റെ കീർത്തി നിലനിൽക്കും. അത്രയും കാലം നീയും വാഴുക. ജനന മരണ ദുഃഖങ്ങളില്ലാത്ത ബ്രഹ്മപദം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭവാനെ പിരിഞ്ഞ് ജനങ്ങൾ എങ്ങനെ വസിക്കും എന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ രാജ്യങ്ങളിൽ പോയി സുഖമായി വസിച്ചു. അന്നേരം പുഷ്പക വിമാനം ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഞാൻ അളകാപുരിയിലെത്തിയപ്പോൾ കുബേരൻ എന്നോട് പറഞ്ഞു, രാവണൻ നിന്നെ എന്നിൽ നിന്നും തട്ടിയെടുത്തു കൊണ്ടുപോയി. രാവണനെ വധിച്ചിട്ട് ശ്രീരാമദേവൻ നിന്നെ പരിഗ്രഹിച്ചു. നീ ഇനിയുള്ള കാലം ശ്രീരാമചന്ദ്രനെ വസിക്കുക. അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെയില്ല. അതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. രഘുപതി, ഭവാനെ പിരിഞ്ഞിരിക്കുവാൻ എനിക്കും മടിയുണ്ട്. ഞാൻ ചിന്തിക്കുന്ന നേരത്ത് നീ വരിക. നീ ചിരകാലം ചൈത്രരഥത്തിൽ തന്നെ വാഴുക എന്ന് പറഞ്ഞ് വിമാനത്തെയും ശ്രീരാമചന്ദ്രൻ യാത്രയാക്കി. സമസ്ത ലോകങ്ങളും വളരെയധികം ശോഭനമായി തീർന്നു. വസന്തകാലത്തിൽ സീതാദേവിയോടൊത്ത് ശ്രീരാമദേവൻ സന്തോഷത്തോടെ വസിച്ചു. സീതാദേവിക്ക് ഗർഭം 4 മാസം തികഞ്ഞു. പ്രജകളെല്ലാം ആനന്ദവിവശരായി. ശ്രീരാമചന്ദ്രൻ ആശയ വർണ്ണധർമ്മത്തോടെ 14 ലോകങ്ങളും പരിപാലിച്ച് സഹോദരന്മാരോടും മന്ത്രിമാരോടും പുരോഹിതന്മാരോടുമൊപ്പം സസന്തോഷം വാണു. 2-ാം അധ്യായം ഇവിടെ കഴിയാണ്. അടുത്തത് ഉത്തരരാമായണത്തിലെ അവസാനത്തെ അധ്യായം, അതായത് 3-ാമത്തെ അധ്യായം നമുക്ക് നാളെ വായിക്കാം.